തകർന്നുപോയ പ്രാർത്ഥനയുടെ ബലിപീഠത്തെ പുനഃസൃഷ്ടിക്കുന്ന ശക്തമായൊരു പ്രാർത്ഥനയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ ക്ഷണിക്കുന്നത്. പരിശുദ്ധാത്മാവിന് ഈ വീഡിയോയിലൂടെ നമ്മളിൽ പലരോടും ഇന്ന് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ ജീവിതങ്ങളിൽ ഇന്ന് ഇടപെടാൻ ദൈവത്തിൻ്റെ ആത്മാവിന് ആഗ്രഹമുണ്ട്. ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ എല്ലാവരുടെയും പ്രെയർ ഓൾട്ടറിനെ നമ്മൾ ഒരുമിച്ച് ബിൽഡ് ചെയ്യാൻ പോകുന്നു. കഴിയുമെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിക്കോ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണമേ എന്ന് ഞാൻ താഴ്മയോടെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ബലിപീഠം എവിടെയാണ്? നമ്മൾ സഭയിൽ പോകുന്നവരാകാം, ആരാധനയ്ക്ക് പാടുന്നവരാകാം, വചനം കേൾക്കുന്നവരാകാം, ലൈവ് ശുശ്രൂഷകൾ അറ്റൻഡ് ചെയ്യുന്നവരാകാം, സൂം മീറ്റിങ്ങുകൾ എല്ലാ ആഴ്ചയിലുമൊക്കെ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തികളാകാം. എന്നാൽ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ബലിപീഠം അത് തകർന്നിരിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥിരതയും ഉണ്ടാവില്ല. എന്താണ് ബലിപീഠം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബലിപീഠം എന്നത് ദൈവത്തെ ഒന്നാം സ്ഥാനത്ത് വെക്കുന്ന ജീവിത രീതിയാണ്. ബലിപീഠം എന്നത് ഞാൻ എന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്ന സ്ഥലമാണ്. ബലിപീഠം എന്നാൽ എൻ്റെ ഇഷ്ടങ്ങൾ മരിക്കുകയും യേശുക്രിസ്തുവിൻ്റെ ഇഷ്ടം എന്നിൽ ജീവിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ്. ബലിപീഠം എന്നാൽ എൻ്റെ ഫ്ലഷ് താഴുകയും പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ ഉയർന്നു പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരിടമാണ്. 1 രാജാക്കന്മാർ അതിൻ്റെ 18-ാം വാക്യത്തിൽ ഏലിയ പ്രവാചകൻ കർമ്മേൽ പർവ്വതത്തിൽ നിൽക്കുമ്പോൾ ആദ്യം തീയെ വിളിച്ചു വരുത്തുകയല്ല ചെയ്യുന്നത്, ആദ്യം ജനത്തെ ശാസിക്കുകയല്ല ചെയ്യുന്നത്, ആദ്യം ബാലിൻ്റെ പ്രവാചകന്മാരെ ആക്രമിക്കുകയല്ല ചെയ്യുന്നത്. വചനം പറയുന്നു, അവൻ യഹോവയുടെ തകർന്നുപോയ ബലിപീഠം നന്നാക്കി. പ്രിയപ്പെട്ടവരെ, തീ ഇറങ്ങുന്നതിന് മുമ്പ്, അഭിഷേകം ഇറങ്ങുന്നതിന് മുമ്പ് ബലിപീഠം പുനർനിർമ്മിക്കപ്പെടണം. പലരും പരിശുദ്ധാത്മാവിൻ്റെ തീക്ക് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടിയൊക്കെ കൊതിക്കുന്നവരാണ്, ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ദൈവം ആദ്യം നിങ്ങളിൽ നോക്കുന്നത് തീ ഇറങ്ങുവാനുള്ള അല്ലെങ്കിൽ അഭിഷേകം ഇറങ്ങുവാനുള്ള ബലിപീഠമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ബലിപീഠമില്ലാതെ എങ്ങനെയാണ് അല്ലെങ്കിൽ എവിടെയാണ് തീ ഇറക്കുവാൻ സാധിക്കുന്നത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് പലരുടെയും ജീവിതത്തിൽ പ്രാർത്ഥന കുറഞ്ഞിരിക്കുന്നു, വചനവായന കുറഞ്ഞിരിക്കുന്നു, വിശുദ്ധിയുടെ മേഖലയിൽ ഒത്തിരി തകർച്ചകൾ സംഭവിച്ചിരിക്കുന്നു, ദൈവഭയം അകന്നുപോയിരിക്കുന്നു. തകർന്ന ബലിപീഠത്തിൽ സ്ഥിരമായി തീക്ക്, അഭിഷേകത്തിന് നിൽക്കാൻ സാധിക്കില്ല. ഇന്ന് ദൈവം നിങ്ങളോടും ചോദിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം എവിടെ നിൽക്കുന്നു? നിന്റെ രഹസ്യ സ്ഥലം, ആ സീക്രട്ട് പ്രെയർ പ്ലേസ്, അതെവിടെയാണ്? നീ എന്നോട് ഒറ്റയ്ക്ക് സംസാരിച്ചിരുന്ന ആ ദിവസങ്ങൾ എവിടെ? കണ്ണുനീരോടെ എൻ്റെ സന്നിധിയിൽ വീണിരുന്ന ആ സമയങ്ങളൊക്കെ ഇപ്പോൾ എവിടെ? പ്രിയപ്പെട്ടവരെ, ബലിപീഠം തകരുമ്പോൾ ആത്മീയ അധികാരവും കുറയുകയും നഷ്ടപ്പെടുകയും ചെയ്യും. ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന അധികാരം അത് വെറും വാക്കുകളിൽ നിന്ന് ലഭിക്കുന്ന അധികാരമല്ല. അത് പ്രൈവറ്റ് പ്രെയർ ലൈഫിൽ അല്ലെങ്കിൽ രഹസ്യത്തിലുള്ള പ്രാർത്ഥനയിൽ നിന്ന് ലഭിക്കുന്ന ഒരു ശക്തിയാണ്. മനുഷ്യരുടെ മുമ്പിൽ നാം പറയുന്ന വാക്കുകൾ, അതിൻ്റെ ശക്തി വരുന്നത് ദൈവത്തിൻ്റെ മുൻപിൽ നാം ചെലവഴിക്കുന്ന സമയത്തിൽ നിന്നാണ്. നമ്മളൊരു ആത്മീയ യുദ്ധം ചെയ്യുമ്പോൾ ദുരാത്മാക്കൾ പോലും ശ്രദ്ധിക്കുന്നത് നമ്മുടെ ശബ്ദത്തെക്കാൾ ഉപരി നമ്മുടെ പ്രെയർ ഓൾട്ടറിലേക്കാണ് അവർ നോക്കുന്നത്. അവിടെ അഗ്നിയുണ്ടോ, അവിടെ തീയുണ്ടോ, എങ്കിൽ അത് സാത്താൻ്റെ കോട്ടകളെ തകർക്കുമെന്ന് അവർക്കും അറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രഹസ്യ പ്രാർത്ഥനാ ജീവിതം അത് ശൂന്യമാണെങ്കിൽ നമ്മുടെ ആത്മീയ ശബ്ദത്തിൻ്റെ ശക്തി കുറയും. ഇത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. ചിലർക്ക് പ്ലാറ്റ്ഫോമിൽ നിന്ന് വളരെ ശക്തമായിട്ട് സംസാരിക്കാൻ സാധിക്കും, പക്ഷേ രഹസ്യത്തിൽ ദൈവത്തോട് യാതൊരു ബന്ധവുമില്ല. ചിലർക്ക് മറ്റുള്ളവരുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും, പക്ഷേ സ്വന്തം ഹൃദയത്തിൽ അശുദ്ധി അല്ലെങ്കിൽ മ്ലേച്ഛത അത് വളർന്നുകൊണ്ടേയിരിക്കുന്നു. ചിലർക്ക് പ്രവചിക്കാൻ സാധിക്കും, പക്ഷേ ദൈവസന്നിധിയിൽ തകർക്കപ്പെട്ടവരല്ല. ശക്തി പ്രകടനത്തിൽ നിന്നല്ല വരുന്നത്, മറിച്ച് ശക്തി സമർപ്പണത്തിൽ നിന്നാണ് വരുന്നത്. ബലിപീഠം ദൈവത്തെ വിളിക്കുന്ന സ്ഥലം മാത്രമല്ല, നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്ന സ്ഥലം കൂടിയാണ്. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രീതികരമായ യാഗമായി സമർപ്പിക്കുവിൻ, അതാണ് യുക്തിയുള്ള ആരാധന. അപ്പോൾ ഇത് വളരെ ആഴമേറിയ ഒരു വചനമാണ്. പുതിയ നിയമത്തിൽ എൻ്റെ ശരീരം, എൻ്റെ ചിന്തകൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ സമയം, എൻ്റെ പണം, എൻ്റെ സ്വപ്നങ്ങൾ ഇതെല്ലാം ദൈവത്തിന് സമർപ്പിക്കപ്പെടണം. അതിനാൽ ഈ ബലിപീഠം പുനർനിർമ്മിക്കുക എന്നത് നമ്മുടെ പ്രാർത്ഥനാ സമയം ക്രമപ്പെടുത്തുക എന്നത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവകാശങ്ങളെയും നമ്മൾ ദൈവത്തിന് തിരികെ നൽകുന്നതാണ്, സമർപ്പിക്കുന്നതാണ്. ദുഷ്ടബലിപീഠങ്ങളെ നമ്മൾ ജയിക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ബലിപീഠങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്.
നമ്മൾ ആത്മീയ യുദ്ധത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും പൈശാചിക ബലിപീഠങ്ങളെക്കുറിച്ച് സംസാരിക്കും. പൂർവികന്മാരുടെ വിഗ്രഹാരാധന, മന്ത്രവാദങ്ങൾ, ആഭിചാരങ്ങൾ, സമർപ്പണങ്ങൾ, രക്ത ഉടമ്പടികൾ, ഇവയെല്ലാം ആത്മീയ ലോകത്തിൽ സ്വാധീനം ചെലുത്തുന്ന വിഷയങ്ങൾ തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമുണ്ട്. പൈശാചിക ബലിപീഠങ്ങൾ ഉള്ളപ്പോൾ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ദൈവീക ബലിപീഠങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ബിൽഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. കാരണം നമ്മുടെ പ്രാർത്ഥനാ ബലിപീഠത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ അഭിഷേകം ഇറങ്ങുമ്പോൾ പൈശാചിക ബലിപീഠങ്ങൾ തകർക്കപ്പെടും. ഏലിയ പ്രവാചകൻ ചെയ്തത് എന്താണ്? ബലിപീഠം പുനർനിർമ്മിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? തീ ഇറങ്ങി, അഭിഷേകം ഇറങ്ങി, ജനങ്ങളുടെ ഹൃദയം തിരിഞ്ഞു. പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഒരു ഇടപെടൽ ഇന്ന് സംഭവിക്കണം. ദൈവത്താൽ നമ്മുടെ പ്രാർത്ഥനയുടെ ബലിപീഠങ്ങൾ ഇന്ന് പുതുക്കെ പണിയേണ്ട ദിവസത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ ക്ഷണിക്കുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ആ പ്രാർത്ഥന ബലിപീഠങ്ങൾ പണിയേണ്ട 12 കല്ലുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ കല്ല് പ്രാർത്ഥന, രണ്ടാമത്തെ കല്ല് വചനം, മൂന്നാമത്തെ കല്ലെന്ന് പറയുന്ന വിശുദ്ധി, നാലാമത്തെ കല്ല് എന്താണ്? ക്ഷമ, അഞ്ചാമത്തെ കല്ല് അനുസരണം, ആറാമത്തെ കല്ല് ആരാധന, ഏഴാമത്തെ കല്ല് ഉപവാസം, എട്ടാമത്തെ കല്ല് കുടുംബക്രമം, ഒൻപതാമത്തെ കല്ല് സാമ്പത്തിക വിശ്വസ്തത, 10ാമത്തെ കല്ല് ബന്ധങ്ങളുടെ ശുദ്ധി, 11ാമത്തെ കല്ല് സഭയോടുള്ള ഉത്തരവാദിത്തം, 12ാമത്തെ കല്ല് പരിശുദ്ധാത്മാവിനുള്ള അടുപ്പം. അപ്പോൾ ഈ കല്ലുകളൊക്കെ ചിതറിക്കിടക്കുകയാണെങ്കിൽ ബലിപീഠം ഉയരുകയില്ല, അവിടെ അഗ്നി വരികയില്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ കല്ലുകളെല്ലാം നമ്മൾ യഥാസ്ഥാനപ്പെടുത്തി ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വലിയൊരു പ്രവൃത്തി ഇന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ്. പലരും പറയും എനിക്ക് സമയമില്ല. പക്ഷെ സത്യം ഇതാണ്, നമുക്ക് സമയമില്ലാത്തതല്ല, മറിച്ച് നമ്മുടെ മുൻഗണന നഷ്ടപ്പെട്ടു. മൊബൈലിൽ സമയം കളയാൻ നമുക്ക് സമയമുണ്ട്, സംസാരിക്കാൻ നമുക്ക് സമയമുണ്ട്, വാർത്തകൾ കാണാൻ നമുക്ക് സമയമുണ്ട്, സോഷ്യൽ മീഡിയയിൽ സമയം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് സമയമുണ്ട്. പക്ഷേ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ, ആ ദൈവത്തോട് ആ അടച്ച മുറിയിൽ ഇരിക്കുവാൻ നമുക്ക് സമയമില്ല എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ മുൻഗണന നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരുടെ, സമയത്തിൻ്റെ കുറവല്ല, സ്നേഹം നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ യേശു കർത്താവ് എഫെസസിലെ സഭയോട് പറയുന്ന ഒരു വിഷയമുണ്ട്. അവർക്ക് പ്രവൃത്തികളുണ്ടായിരുന്നു, സഹിഷ്ണുതയുണ്ടായിരുന്നു, തെറ്റിനെക്കുറിച്ചുള്ള തിരിച്ചറിവുകളുണ്ടായിരുന്നു. എന്നാൽ യേശു പറഞ്ഞു, നിങ്ങളുടെ ആദ്യ സ്നേഹം അത് നഷ്ടപ്പെട്ടു. യു ലോസ്റ്റ് യുവർ ഫസ്റ്റ് ലവ്. നിങ്ങളുടെ ബലിപീഠത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് പുനർനിർമ്മിക്കുവാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ബലിപീഠത്തെ തിരികെ നൽകുവാൻ പോവുകയാണ്. നിങ്ങളുടെ വിഷനുകളെ, ദർശനങ്ങളെയൊക്കെ തിരികെ നൽകാൻ പോവുകയാണ്. ഒരാത്മീയ വിശപ്പ് നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇടാൻ പോവുകയാണ്. ഒരു ആത്മീയ ദാഹം നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് ഇടാൻ പോവുകയാണ്. ഹല്ലേലൂയ. യേശു നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. യേശു നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ലോക സ്ഥാപനത്തിന് മുമ്പ് നിങ്ങളെ കണ്ടതാണ്, വിളിച്ചു വേർതിരിച്ചതാണ്. ഹല്ലേലൂയ. നിങ്ങളെ അന്ത്യത്തോളം കർത്താവ് കരുമാലിക്കും. നിങ്ങളൊന്ന് മടങ്ങി വരാൻ തയ്യാറായിക്കേ. ആ പ്രാർത്ഥനാ ക്രമത്തിലേക്കൊന്ന് മടങ്ങി വന്നേ, ആ രഹസ്യ പ്രാർത്ഥനയിലേക്കൊന്നും മടങ്ങി വന്നേ, ആ ഏകാന്ത മൊമെൻറ്റുകളിൽ ദൈവത്തോട് സംവദിക്കുന്നതിലോട്ടൊന്ന് മടങ്ങി വന്നേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് കർത്താവ് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ പ്രവൃത്തി ചെയ്യാൻ പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കാത്ത എല്ലാ കാര്യങ്ങളും അത് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും. ഇപ്പോൾ കോപം നമ്മൾ സമർപ്പിച്ചില്ലെങ്കിൽ കോപം നമ്മളെ നിയന്ത്രിക്കും. ലൈംഗിക ആസക്തികൾ നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചില്ലെങ്കിൽ അത് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും. പണം നമ്മൾ സമർപ്പിച്ചില്ലെങ്കിൽ അത് നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. പ്രശസ്തിയുടെ കൊതി നമ്മളത് സംജ്ഞ ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും. നമ്മുടെ മുറിവുകൾ നമ്മൾ സമർപ്പിച്ചില്ലെങ്കിൽ അത് നമ്മളെ പലപ്പോഴും നിയന്ത്രിക്കാൻ ശ്രമിക്കും. ബന്ധങ്ങൾ സമർപ്പിച്ചില്ലെങ്കിൽ അത് നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കാത്തതെല്ലാം നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. ഇന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തമായിട്ട് സംസാരിക്കുന്നു. സബ്മിറ്റ് എവറിത്തിങ് അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ്. യേശുവിൻ്റെ കാൽപാദത്തെങ്കിൽ എല്ലാം നിങ്ങളൊന്ന് വിട്ടുകൊടുത്ത് സമർപ്പിച്ചേ. ഈ ജീവിതം അങ്ങയുടേതാണ്, എനിക്ക് നൽകിയ ഫാമിലി അങ്ങയുടേതാണ്, എനിക്ക് നൽകിയ വിളി അങ്ങയുടേതാണ്, ഇതെല്ലാം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്നെ ഒന്ന് പുതുക്കി പണിയണമേ, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് റീബിൽഡ് ചെയ്യണമേ എന്നൊക്കെ നമ്മളൊന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആഴമായിട്ട് ഇന്ന് പ്രാർത്ഥിച്ചാൽ ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇന്ന് കടന്നു വരും. ആ 12 കല്ലുകൾ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് പുനഃസ്ഥാപിക്കപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനങ്ങളെ ഇന്ന് പരിശുദ്ധാത്മാ പണിയാൻ പോവുകയാണ്. അബ്രഹാം പോകുന്നിടത്തൊക്കെ ബലിപീഠം പണിതു എന്ന് വചനത്തിൽ കാണാൻ സാധിക്കും. കാരണം അവൻ പോകുന്നിടത്തെല്ലാം, യാത്ര ചെയ്യുന്നിടത്തെല്ലാം ദൈവവുമായി ഒരു ബന്ധം എപ്പോഴും സ്ഥാപിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് പരിശോധിക്കാം. എൻ്റെ ബലിപീഠം തകർന്നു പോയോ? എൻ്റെ പ്രാർത്ഥന ശിലകൾ അത് നീങ്ങിപ്പോയോ, മാറിപ്പോയോ? എൻ്റെ വചന വായന കുറഞ്ഞു പോയോ? എൻ്റെ വീട്ടിൽ ദൈവസാന്നിധ്യം കുറഞ്ഞു പോയോ? എൻ്റെ ഹൃദയത്തിൽ ആദ്യ സ്നേഹം അത് കുറഞ്ഞു പോയോ? എൻ്റെ ജീവിതത്തിൽ അശുദ്ധി ഒളിഞ്ഞിരിപ്പുണ്ടോ? എൻ്റെ വിളിയേക്കാൾ ഞാൻ എൻ്റെ സൗകര്യത്തെയാണോ സ്നേഹിക്കുന്നത്? പ്രിയപ്പെട്ടവരൊരു കുറ്റബോധത്തിലേക്ക് പോകണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് മാനസാന്തരത്തിലേക്ക് വരിക.
ദൈവം എന്നെയും നിങ്ങളെയും തള്ളിക്കളയുവാനല്ല ആഗ്രഹിക്കുന്നത്, നമ്മളെ പണിയുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വേണ്ടി ഞാൻ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് ഈ വർഷത്തെ മിനിസ്ട്രിയുടെ പബ്ലിക് മീറ്റിങ്ങുകളെക്കുറിച്ച് ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ വർഷത്തെ മീറ്റിങ്ങിൻ്റെ പേര് റീബിൽഡ് ആൻഡ് റൈസ് കോൺഫറൻസ് എന്നാണ്. 2 ദിവസത്തെ 6 സെഷനുകളായിട്ടുള്ള ഡെലിവറൻസ് ശുശ്രൂഷകളാണ് നമ്മൾ ചെയ്യുന്നത്. കേരളത്തിലെ മീറ്റിങ്ങുകൾ തിരുവല്ല, ട്രിവാൻഡ്രം, ചാലക്കുടി. മറ്റ് മീറ്റിങ്ങുകൾ ഓസ്ട്രേലിയ, അയർലൻഡ്, ലണ്ടൻ, ലാറ്റ്വിയ, ഫിലാഡൽഫിയ, ഷിക്കാഗോ, ഹ്യൂസ്റ്റൺ, ദുബായ്, ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ ആൻഡ് ഹൈദരാബാദ്. പാരമ്പര്യ ശാപങ്ങളിൽ നിന്നുള്ള വിടുതൽ ശുശ്രൂഷ, സാമ്പത്തിക ശാപങ്ങളിൽ നിന്നുള്ള മോചനം, മന്ത്രവാദം, ആഭിചാരം തുടങ്ങിയെന്നുള്ള മോചനം, ആന്തരിക സൗഖ്യ ശുശ്രൂഷ, പൈശാചിക സ്വപ്നങ്ങളിൽ നിന്നുള്ള വിടുതൽ, ഓയിൽ അഭിഷേക പ്രാർത്ഥനകൾ, സർപ്പശക്തി എന്നുള്ള വിടുതൽ, ഇങ്ങനെ അനേകം വിടുതൽ മേഖലയിലുള്ള ശുശ്രൂഷകൾ ഒരുമിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. രജിസ്ട്രേഷൻ ലിങ്കുകൾ നിങ്ങളിപ്പോൾ വാച്ച് ചെയ്യുന്ന ഫേസ്ബുക്കിൻ്റെ, യൂട്യൂബിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എൻക്വയറികൾക്ക് വേണ്ടി അഡ്മിനിസ്ട്രേറ്ററെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ ബുധനാഴ്ചകളിലും എല്ലാ ഞായറാഴ്ചകളിലും മലയാളത്തിലും ഇംഗ്ലീഷിലും നമുക്ക് ശുശ്രൂഷകളുണ്ട്. നമ്മുടെ വെബ്സൈറ്റ് www.nmgglobal.org. ഈ മിനിസ്ട്രിയെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ഒരു വാക്ക്, നസ്രത്ത് മിനിസ്ട്രി എൻ്റെയും ഡെലിവറൻസ് മിനിസ്ട്രിയാണ്. കഴിഞ്ഞ 3 വർഷങ്ങളായി നമ്മൾ ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ശുശ്രൂഷകൾ ചെയ്യുന്നു. ഈ വർഷത്തിലും നമുക്ക് അനേകം ശുശ്രൂഷകൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങളതെല്ലാം അറ്റൻഡ് ചെയ്യണമെന്ന് ഞാൻ താഴ്മയോടെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, എൻ്റെ തകർന്നുപോയ പ്രാർത്ഥനാ ബലിപീഠത്തെ ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു. എൻ്റെ ആദ്യ സ്നേഹം കുറഞ്ഞു പോയിടത്ത് എന്നോട് ക്ഷമിക്കണമേ. പ്രാർത്ഥനയെ ഞാൻ അവഗണിച്ചിടത്ത് എന്നോട് ക്ഷമിക്കണമേ. വചനത്തെ ഞാൻ ലഘുവായി എടുത്തെടുത്ത് എന്നോട് അങ്ങ് ക്ഷമിക്കണമേ. രഹസ്യ പാപം കൊണ്ട് എൻ്റെ ബലിപീഠം മലിനമാക്കിയിടത്ത് എന്നോടങ്ങ് കരുണ കാണിക്കണമേ. എൻ്റെ വീട്ടിൽ ദൈവ സാന്നിധ്യം നിലനിർത്താൻ ഞാൻ പരാജയപ്പെട്ടിടത്ത് എന്നോട് ക്ഷമിക്കണമേ. ഇന്ന് ഞാൻ എൻ്റെ ശരീരം, മനസ്സ്, ആത്മാവ്, കുടുംബം, വിളി, സമയം, ഭാവി എല്ലാം അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു. എന്നിൽ മരിക്കേണ്ടതെല്ലാം ഇന്ന് മരിക്കട്ടെ. എന്നിൽ ജീവിക്കേണ്ട ക്രിസ്തു മാത്രം, ആ ജീവൻ മാത്രം ഇന്ന് എന്നിൽ ജീവിക്കട്ടെ. പരിശുദ്ധാത്മാവെ, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ വീണ്ടും അങ്ങ് അഭിഷേകം ചെയ്യണമേ. എൻ്റെ വ്യക്തി ജീവിതത്തിൽ ആരാധനയുടെ ഒരു അഭിഷേകത്തെ അങ്ങ് ഈ സമയത്ത് റിലീസ് ചെയ്യണമേ. എൻ്റെ ഹൃദയത്തിൽ വിശുദ്ധിയുടെ ഒരു വിശപ്പ് വീണ്ടും അങ്ങ് തരണമേ. എൻ്റെ ആത്മാവിൽ ദൈവഭയത്തെ വീണ്ടും അങ്ങ് പുനഃസ്ഥാപിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ അമൂല്യ രക്തത്താൽ എൻ്റെ ജീവിതത്തിലെ എല്ലാ ദുഷ്ട ബലിപീഠങ്ങളെയും അവയുടെ അവകാശങ്ങളെയും ഈ സമയത്ത് യേശുവിൻ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിപരമായ തലമുറകളിൽ ഹല്ലേലൂയ ദൈവവിരുദ്ധമായ എല്ലാ കരാറുകളെയും നസ്രനായ യേശുവിൻ നാമത്തിൽ ഞാൻ ഈ സമയത്ത് ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതം യേശുവിൻ്റെ പ്രവൃത്തികൾക്കുള്ള ബലിപീഠമായി മാറട്ടെ. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു പുതിയ അഭിഷേകത്തിൻ്റെ ശക്തി ഹല്ലേലൂയ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ വലിയൊരു മേഖലകളിലേക്കൊക്കെ പരിശുദ്ധാത്മാവ് എന്നെ എടുത്തുയർത്തണമേ. എൻ്റെ പ്രാർത്ഥനാ ബലിപീഠം യേശുവിൻ നാമത്തിൽ ഈ സമയത്ത് റീകൺസ്ട്രക്റ്റ് ചെയ്യപ്പെടട്ടെ. എൻ്റെ ജീവിതം ഒരു ഡിസിപ്ലിൻ വരട്ടെ, ക്രമത്തിൽ വരട്ടെ. എൻ്റെ ഹൃദയം ശുദ്ധമാകട്ടെ. എൻ്റെ പ്രാർത്ഥനാ ജീവിതം മടങ്ങി വരട്ടെ. എൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും അത് ഉറപ്പിക്കപ്പെടട്ടെ. യേശുക്രിസ്തുവിൻ്റെ ശക്തിയുള്ള നാമത്തിൽ ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ അഗ്നിയുടെ അഭിഷേകം ഈ സമയത്ത് ആളിക്കത്തട്ടെ. എൻ്റെ അധരങ്ങളിൽ അഗ്നി നിറയട്ടെ. എൻ്റെ കണ്ണുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നിറയട്ടെ. എൻ്റെ വാക്കുകൾക്കകത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നിറയട്ടെ. എൻ്റെ പ്രാർത്ഥനാ ജീവിതം ജ്വലിക്കട്ടെ. ഹല്ലേലൂയ, എൻ്റെ പ്രാർത്ഥനയുടെ ബലിപീഠം പുനർനിർമ്മിക്കപ്പെടട്ടെ. കർത്താവേ, ഈ സമയത്ത് ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാ മക്കളെയും തിരുസന്നിധിയിൽ ഞാൻ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാം പ്രാർത്ഥനാ ബലിപീഠങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടട്ടെ, ഇത് റീബിൽഡ് ചെയ്യപ്പെടട്ടെ, അത് പുനഃക്രമീകരിക്കപ്പെടട്ടെ. നസ്രനായ യേശുവിൻ നാമത്തിൽ അവരെ ബ്ലസ് ചെയ്ത് അനുഗ്രഹിക്കുന്നു. ഇൻ ജീസസ് നെയിം ഐ പ്രേ, ആമേൻ.